പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. നമസ്കാരം, ഒമാൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ജൂൺ 1. പ്രധാന വാർത്തകൾ. വിദ്യാർത്ഥികളുടെ പാഠ്യേതര പുരോഗതി ലക്ഷ്യം വെച്ചുകൊണ്ട് വിദ്യാർത്ഥികളുടെ നൈസർഗിക വാസനകൾ വികസിപ്പിക്കുന്നതിനു വേണ്ടി ബർക്ക മദ്രസത്തുൽ ഫലാഹ് സ്റ്റുഡൻസ് കൗൺസിൽ രൂപീകരിച്ചു. സദർ മുഅല്ലിം സി ജമാലുദ്ദീൻ ലത്തീഫി അധ്യക്ഷത വഹിച്ചു. ICFC സെൻട്രൽ പ്രസിഡന്റ് ഇസ്മായിൽ സഖാഫി കാളാട് ഉദ്ഘാടനം ചെയ്തു. ഫൈസൽ അഹ്സനി ഉളിയിൽ ക്ലാസിന് നേതൃത്വം നൽകി. മുഹമ്മദ് റഫീഖ് സഖാഫി നരിക്കോട്, റഫീഖ് മദനി പ്രസംഗിച്ചു. മുനീർ മദനി, മൈസൂർ സ്വാഗതവും അഷ്റഫ് വടകര നന്ദിയും പറഞ്ഞു. കോമെക്സ് 2024 ടെക്നോളജി പ്രദർശനത്തിൻ്റെ 33ാം എഡിഷൻ സമാപിച്ചു. ഒമാൻ കൺവെൻഷൻ ആൻഡ് എക്സിബിഷൻ സെന്ററിൽ നടന്ന പ്രദർശനം കഴിഞ്ഞ ദിവസം സാംസ്കാരിക പൈതൃക യുവജന മന്ത്രി സയ്യിദ് യസീൻ ബിൻ ഹൈതം അൽ സഈദിൻ്റെ കാർമ്മികത്വത്തിലാണ് തുടക്കം കുറിച്ചത്. ഇന്ത്യ ഉൾപ്പെടെ ലോകരാഷ്ട്രങ്ങളിൽ നിന്നുള്ള ടെക്നോളജി സ്ഥാപനങ്ങൾ കോമെക്സിൽ പങ്കാളികളായി. 13,000 ചതുരശ്ര മീറ്റർ വിസ്തൃതിയിലായി 216 സ്ഥാപനങ്ങളും 96 സ്റ്റാർട്ടപ്പുകളും ഇത്തവണ പ്രദർശനത്തിൻ്റെ പ്രത്യേകതയായിരുന്നു. സാങ്കേതിക രംഗത്തെ പ്രമുഖരുടെ 80-ൽ പരം പ്രഭാഷണങ്ങളും അരങ്ങേറി. 100 സെഷനുകളും ഇത്തവണ കോമെക്സിൽ ഒരുക്കിയിരുന്നു. രാജ്യത്തെ വിവിധ മന്ത്രാലയങ്ങളും ഏജൻസികളും സ്ഥാപനങ്ങളും വിദേശ കമ്പനികളും മറ്റും ഇത്തവണയും കോമെക്സിൽ സജീവ പങ്കാളികളാണ്. ജനജീവിതം സുഗമമാക്കുന്ന നിരവധി സങ്കേതങ്ങൾ പരിചയപ്പെടുത്തുകയും ഓൺലൈൻ സേവനങ്ങൾ പ്രഖ്യാപിക്കുകയും ചെയ്തു. സ്ഥാപനങ്ങളും തമ്മിൽ വിവിധ കരാറുകളിൽ ഏർപ്പെടുന്നതിനും കോമെക്സ് വേദിയായി. ബൗഷറിൽ മണ്ണിടിഞ്ഞു വീണുണ്ടായ അപകടത്തിൽ നിർമ്മാണ തൊഴിലാളി മരണപ്പെട്ടു. നിർമ്മാണ പ്രവൃത്തികൾ പുരോഗമിക്കവെയാണ് അപകടമുണ്ടായത്. മണ്ണിനടിയിൽപ്പെട്ടയാളെ സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് വിഭാഗം എത്തി പുറത്തെത്തിച്ചുവെങ്കിലും മരണം സംഭവിച്ചിരുന്നു. അപകടത്തിൽപ്പെട്ടത് ഏത് രാജ്യക്കാരനാണെന്ന് വ്യക്തമായിട്ടില്ല. തൊഴിലിടങ്ങളിൽ സുരക്ഷ ഉറപ്പുവരുത്തണമെന്ന് അധികൃതർ വീണ്ടും ഉണർത്തി. പുറം തൊഴിലെടുക്കുന്നവർക്ക് തൊഴിൽ മന്ത്രാലയം പ്രഖ്യാപിച്ച മധ്യാഹ്ന വിശ്രമം ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരും. ഉയർന്ന താപനില രേഖപ്പെടുത്താറുള്ള സമയമാണ് വിശ്രമത്തിനായി അനുവദിച്ചത്. ഉച്ചയ്ക്ക് 12:30 മുതൽ 3:30 വരെയാണ് വിശ്രമ സമയം. ആഗസ്റ്റ് അവസാനം വരെയാണ് മധ്യാഹ്ന വിശ്രമ നിയമം നിലനിൽക്കുക. ഈ സമയത്ത് തൊഴിലാളികളെ ജോലിയെടുപ്പിക്കുന്നത് തൊഴിലാളികളോടുള്ള അവകാശ ലംഘനമാണെന്നും അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. 100 റിയാൽ മുതൽ 1000 റിയാൽ വരെ പിഴ ശിക്ഷ ലഭിക്കുന്ന കുറ്റമാണിത്. 1 വർഷത്തിൽ കൂടുതൽ തടവും ഇതിന് ശിക്ഷയുണ്ട്. നിയമലംഘനം കണ്ടെത്തുന്നതിന് തൊഴിൽ മന്ത്രാലയത്തിൻ്റെ പ്രത്യേക സംഘം ഫീൽഡ് പരിശോധന നടത്തും. ബോധവൽക്കരണവും ഇക്കാലയളവിൽ നടക്കും. തൊഴിലാളികൾക്ക് വിശ്രമ സൗകര്യങ്ങൾ ഒരുക്കാത്ത കമ്പനികൾക്കെതിരെയും നടപടി സ്വീകരിക്കും. തൊഴിൽ സമയങ്ങളിൽ ശരീരത്തിലെ ജലാംശം കുറയുന്നത് ഒഴിവാക്കാൻ വെള്ളം വിതരണം ചെയ്യണമെന്ന നിർദ്ദേശം കർശനമാക്കുമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട്. രാജ്യത്ത് ചൂട് ഉയർന്നു വരികയാണ്. ജൂൺ 2ാം വാരത്തോടെ താപനില ഉയരുകയും ചൂട് കഠിനമാവുകയും ചെയ്യും. അൽ വുസ്ത ഗവർണറേറ്റിലെ ദുഃഖം വിലായത്തിൽ പുതിയ ഇന്ത്യൻ സ്കൂൾ ആരംഭിക്കുന്നു. ജൂൺ 11 സ്കൂൾ ഔദ്യോഗികമായി തുറക്കുമെന്നാണ് അനൗദ്യോഗിക വിവരം. വിദ്യാർത്ഥികളുടെ പ്രവേശന നടപടികൾ ഇതിനോടകം ആരംഭിച്ചു കഴിഞ്ഞു. ഇന്ത്യൻ സ്കൂൾ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് കീഴിലെ ഒമാനിലെ 22ാമത് സ്കൂളാകും ദുഃഖമിലേത്. പ്രദേശത്തെ പ്രവാസി ഇന്ത്യക്കാരുടെ ദീർഘനാളായുള്ള ആവശ്യമാണ് ഇതോടെ പൂർത്തിയാകുന്നത്. സ്വന്തം കെട്ടിടത്തിലാണ് ഇന്ത്യൻ സ്കൂൾ പ്രവർത്തനം ആരംഭിക്കുന്നത്. നിർമ്മാണ പ്രവർത്തികൾ ഇതിനോടകം പൂർത്തീകരിച്ചിട്ടുണ്ട്. ഫർണിച്ചറുകൾ ഉൾപ്പെടെ അനുബന്ധ സൗകര്യങ്ങളും സ്കൂളുകൾക്ക് ആവശ്യമായ സംവിധാനങ്ങളും ഒരുക്കുന്ന പ്രവൃത്തികളും അവസാന ഘട്ടത്തിലാണ്. ക്ലാസ് മുറികളും ക്യാമ്പസിനകത്തെ മറ്റ് സജ്ജീകരണങ്ങളും കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട്. ദുഃഖം ഇന്ത്യൻ സ്കൂളിലേക്കുള്ള പ്രവേശന നടപടികളും നേരത്തെ തന്നെ ആരംഭിച്ചിരുന്നു. KG മുതൽ 4 വരെ ക്ലാസുകളിലേക്കാണ് ആദ്യഘട്ടത്തിൽ പ്രവേശനം നൽകുന്നത്. വരും വർഷങ്ങളിൽ ഉയർന്ന ക്ലാസുകളും ആരംഭിച്ചേക്കും. 100 കണക്കിന് വിദ്യാർത്ഥികൾ ഇതിനോടകം പ്രവേശനം നേടിയിട്ടുണ്ട്. ഇന്ത്യക്കാരല്ലാത്ത വിദ്യാർത്ഥികൾക്കും പ്രവേശനം നൽകുമെങ്കിലും പ്രഥമ പരിഗണന പ്രവാസി ഇന്ത്യക്കാരുടെ മക്കൾക്ക് തന്നെയാകും. അധ്യാപകരുടെ നിയമ നടപടികളും പൂർത്തീകരിച്ചു വരികയാണ്. ഗൾഫിൽ കണ്ടൽക്കാടുകൾ നശിച്ചുകൊണ്ടിരിക്കുന്നതായി പഠനം. നിലവിലെ പ്രവണതകൾ തുടർന്നാൽ അടുത്ത അരനൂറ്റാണ്ടിൽ അറേബ്യൻ ഗൾഫിലും സമീപ പ്രദേശങ്ങളിലും 45% ചുരുങ്ങുമെന്ന് ശാസ്ത്രജ്ഞർ മുന്നറിയിപ്പ് നൽകി. ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചറിൻ്റേതാണ് കണ്ടെത്തൽ. 1996 മുതൽ ഗൾഫിൽ കണ്ടൽക്കാടുകൾ ഏകദേശം 14% കുറഞ്ഞതായി വ്യക്തമായി. എന്നിരുന്നാലും ഒമാനിലെ കണ്ടൽക്കാടുകൾ ഗൾഫിൻ്റെ മറ്റ് ഭാഗങ്ങളെ അപേക്ഷിച്ച് മെച്ചപ്പെട്ട നിലയിലാണ്. ആവാസ വ്യവസ്ഥകൾ സംരക്ഷിക്കുന്ന ഏറ്റവും പ്രധാന ഘടകമാണ് കണ്ടൽക്കാടുകൾ. നട്ടുപിടിപ്പിക്കൽ
വെച്ചുപിടിപ്പിക്കൽ ശ്രമങ്ങൾ കാരണം അല്പം വർധനയുണ്ടായിട്ടുണ്ട്. ഒമാനിൽ 10 ലക്ഷം കണ്ടൽ ചെടികൾ വെച്ചുപിടിപ്പിക്കുന്ന ക്യാമ്പയിൻ നടന്നുവരികയാണ്. കഴിഞ്ഞ മാസങ്ങളിൽ പരിസ്ഥിതി പ്രവർത്തകരുടെ ഉൾപ്പെടെ സഹകരണത്തോടെ വിവിധയിടങ്ങളിൽ കണ്ടൽ ചെടികൾ വെച്ചുപിടിപ്പിച്ചിരുന്നു. വിവിധ ഗവർണറേറ്റുകളിലായി വ്യത്യസ്ത ഇനത്തിൽപ്പെട്ട 10 ലക്ഷം ചെടികളാണ് പരിസ്ഥിതി മന്ത്രാലയം വെച്ചുപിടിപ്പിക്കുന്നത്. 3 വർഷം നീണ്ടു നിൽക്കുന്നതാണ് പദ്ധതി. ഇതിന്റെ ഭാഗമായി ഒമാൻ പരിസ്ഥിതി വിഭാഗം ഡ്രോൺ ഉപയോഗിച്ച് വിത്തിറക്കുകയും ചെയ്തു വരുന്നുണ്ട്. രാജ്യം ഹരിതവൽക്കരിക്കുന്ന പദ്ധതിയുടെ ഭാഗമായി അൽവുസ്ത ഗവർണറേറ്റിലെ മഹൂത്തിലാണ് ഡ്രോൺ ഉപയോഗിച്ച് തീരദേശങ്ങളിൽ കണ്ടൽ ചെടികളുടെ വിത്തിറക്കിയത്. ഫ്രാൻസ് തലസ്ഥാനത്തെത്തുന്നവർക്ക് ഒമാൻ വിനോദസഞ്ചാര മേഖലയെയും പരിചയപ്പെടാം. പാരീസ് നിരത്തുകളിലെ പൊതുഗതാഗത ബസ്സുകളിലാണ് ഒമാൻ ടൂറിസം പ്രചരണ ക്യാമ്പയിൻ്റെ ഭാഗമായി രാജ്യത്തെ പരിചയപ്പെടുത്തുന്ന ചിത്രങ്ങളും എഴുത്തുകളും പതിച്ചിരിക്കുന്നത്. ഈഫൽ ടവർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ സർവീസ് നടത്തുന്ന ബസ്സുകളിലാണ് പ്രചരണം. സുൽത്താനേറ്റിലെ പ്രകൃതി ഭംഗിയെയും പൈതൃകങ്ങളും അടയാളപ്പെടുത്തുന്ന നിരവധി ചിത്രങ്ങളാണ് ബസ്സുകളിൽ പതിച്ചിട്ടുള്ളത്. പൈതൃക വിനോദസഞ്ചാര മന്ത്രാലയത്തിൻ്റെ നേതൃത്വത്തിൽ ടൂറിസം പ്രചരണ ക്യാമ്പയിൻ നേരത്തെയും പാരീസിലെ നിരത്തുകളിൽ പൊതുബസ്സുകളിൽ ഒമാൻ വിനോദസഞ്ചാര മേഖലയും പ്രചാരണം നടത്തുകയും സഞ്ചാരികളെ ആകർഷിക്കുകയും ചെയ്തിരുന്നു. രാജ്യത്ത് ഓരോ വർഷവും യൂറോപ്യൻ സഞ്ചാരികളിൽ വലിയ വർധനവാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. യൂറോപ്യൻ നഗരങ്ങൾ കേന്ദ്രീകരിച്ചുള്ള റോഡ് ഷോകളും പൈതൃക വിനോദസഞ്ചാര മന്ത്രാലയം നടത്താറുണ്ട്. സലാലയിൽ നിന്ന് സിമന്റുമായി യമന്റെ ഭാഗമായ സുഖോത്ര ദ്വീപിലേക്ക് പോവുകയായിരുന്ന സഫീന അൽ സീലാനി എന്ന പേരിലുള്ള ഇന്ത്യൻ ഉരു നടുക്കടലിൽ മുങ്ങി. ഉരുവിലുണ്ടായിരുന്ന 10ൽ 9 പേരെയും മറ്റൊരു ഉരുവെത്തി രക്ഷപ്പെടുത്തി. ഒരാളെ ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. ഒരു ദിവസത്തിലധികം ഇവർ നടുക്കടലിൽ കനത്ത തിരമാലയിൽ പെട്ടുപോയിരുന്നു. ഉരു സുഖോത്രയിലെത്താൻ വൈകിയത് അന്വേഷിച്ചിറങ്ങിയ മറ്റൊരു ഉരുവാണ് നടുക്കടലിൽ ഒഴുകി നടക്കുന്ന ഈ 9 പേരെ കണ്ടെത്തിയത്. ഉരു ജീവനക്കാർ ഉത്തരേന്ത്യൻ സ്വദേശികളാണ്. മെയ് 25-നാണ് സ്വകാര്യ ഷിപ്പിംഗ് ഏജൻസിയുടെ ലോഡുമായി ഇവർ സുഖോത്രയിലേക്ക് പോയത്. രക്ഷപ്പെട്ടവരുടെ യാത്രാരേഖകളും മറ്റും ഇവരുടെ കയ്യിലുണ്ടെന്നും ദ്വീപിൽ നിന്ന് നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണെന്നും സലാലയിലെ എംബസി കോൺസുലർ ഏജന്റ് ഡോക്ടർ സനാതനൻ അറിയിച്ചു. ബുറൈമി ഗവർണറേറ്റിൽ അധാർമിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടതിന് വിദേശികളെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു. പ്രതികൾ ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യക്കാരാണ്. പ്രതികൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചതായും പോലീസ് അറിയിച്ചു. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ ഇവിടെ പൂർണ്ണമാവുന്നു. കൂടുതൽ ഒമാൻ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ വീണ്ടും കാണാം. നമസ്കാരം.